ವರ್ಷಾಯ್ತು. ಅಪ್ಪ 7 ವರ್ಷಕ್ಕೆ ಎಂದ್ರೆ ಉಸ್ತಾದ್ ಅವರು ಪ್ರತ್ಯೇಕತೆ, 7ಗೆ വലിയ പ്രത്യേകത ഉണ്ട്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫാത്തിഹ, ആ സൂറത്തുൽ ഫാത്തിഹ 7 ആയത്തുങ്ങല്ലേ. സൂറത്തുൽ ഫാത്തിഹക്ക് ഒരു പേരേ ഉണ്ട്, സബ്ഉൽ മസാനി. ಅಂದ್ರೆ ಈ ಸಬುಲ್ ಮಸಾನಿ ನಿಂಗದರ ಅರ್ಥ ಈ 7 ಆಯತ್ತು ಎಲ್ಲಾ ನಾലും റിപ്പീറ്റ് ആക്കിയോണ്ടിക്കടാർ. പരിശുദ്ധ ഖുർആന്റെ ഈ ഒരു സൂറത്തല്ലേ എല്ലാ നിസ്കാരത്തിലും റിപ്പീറ്റ് ആക്കിയോണ്ടിക്കട്ടെ. സൂറത്തുൽ ഫാത്തിഹ, ലാ സ്വലാത്ത ലിമൻ ലം യഖറ ബിഫാത്തിഹത്തിൽ കിതാബ്. ഫാത്തിഹ ഓതാത്തവನಿಗೆ നിസ്കാരമേ ಇಲ್ಲ. ಅದಕ್ಕೆ ಶಾಫಿ ಇಮಾಮ್ ಕೊಡ್ತ ಅರ್ಥ ಅಂದ್ರೆ ನಿಸ್ಕಾರ ಸಹಿಯಾವಿಲ್ಲ, ಫಾತಿಹ ಓದಾತವನಿಗೆ ನಿಸ್ಕಾರ ಸಹಿಯಾವಿಲ್ಲ. ಈ ಕೆಟ್ಟು ನಾನಿಪ್ಪ ಅದರ ವಿವರಣೆಗೆ ನಾ ಪೋಂಡಿಲ್ಲ, ನಾ ಚೊಂದೊಂಡು ವന്നു ആ ഫാത്തിഹ സൂറത്ത് അതിൽ 7 ആയത്ത്. ഇങ്ങനെ 7ക്ക് വലിയ മഹത്വമുണ്ട്. സുബൈറ പിന്നും മഗ്രിബിടെ പിന്നും ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. അത് ഒർബട്ട, ಅದರ പിന്നെ 6 ಬಟ್ಟ, ಅಪ್ಪ ಟೋಟಲ್ 7 ಬಟ್ಟ. ವೈನ್ ತವಲ್ಲೌ ಫಖುಲ್ ಹಸ್ಬಿಯಲ್ಲಾಹು ಲಾ ಇಲಾಹ ಇಲ್ಲಾ ಹುವ ಅಲೈಹಿ ತವಕ್ಕಲ್ತು ವಹುವ ರಬ್ಬುಲ್ ಅರ್ಶಿಲ್ ಅಲೀಮ್. 7ಗೆ വലിയ മഹത്വ. അത് ചൊന്നെങ്കിൽ അവന്റെ ലൈഫിൽ 54 അവനക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും നടക്കില്ല. അങ്ങനെ മഹാന്മാര് ചൊന്ന. ഇതുപോലെ മന്ത്രിച്ചിട്ട് കൊടുക്കുമ്പോ 7ക്ക് വലിയ മഹത്വമുണ്ട്. മന്ത്രത്തിന് വലിയ ഫലമുണ്ട്. മന്ത്രിച്ചിട്ട് ഊതിയെങ്കിൽ വലിയ ഫലമുണ്ട്. അത് 7 ಬಟ್ಟ ಓದೋಣ, അങ്ങനെ കണക്കുണ്ട്. 7ക്ക് വലിയ മഹത്വ. അപ്പൊ 7 വയസ്സ് മക്കൾക്ക് പേര് വയ്ക്കണയപ്പ ഫീ സാബിഇ വിലാദതിഹി. 7ാമത്തെ നാൾ പെത്തതിരെ 7 ദണ്ടായിട്ടിക്കടെ പേര് വയ്ക്കട സുന്നത്ത്. അണ്ടായിട്ടിക്കടെ അഖീഖ അറക്കണായ, അഖീഖ അണ്ടായിട്ടിക്കടെ മുടിയെടുക്കണായ കിട അവിടെ. അപ്പൊ ഞാൻ ചൊന്നോണ്ട് വന്ന 7ക്ക് ഒരു മഹത്വം ഉണ്ട്. 7 ഇതുപോലെ ആ 7ക്ക് വലിയ മഹത്വം ഉണ്ട്. ആ 7ക്ക് വലിയ ശ്രേഷ്ഠത ഉണ്ട്. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്കൂ, എവിടെ വന്നേ 7 എവിടെ വന്നേ? അപ്പൊ 7 ഈ പുള്ളിയുടെ 7 ദണ്ട് പുതിയ ഡ്രസ് ഇട്ടിട്ട് ക്ലാസ് വന്നു. എന്തേ കാരണ? മുറുസ്വബിയ ബിസ്വലാത്തി ഇദാ ബലഗ 7 സിനീന وَإِذَا بَلَغَ 10 سِنِينَ فَضْرِبُوهُ عَلَيْهَا. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുല്ലേ, നിങ്ങളെ മക്കൾക്ക് 7 വർഷം ആയെങ്കിൽ നിസ്കാര പഠിപ്പാട്ടണോ, നിസ്കരിക്കുക ചൊല്ലണോ. 7 വർഷം ആയെങ്കിൽ നിങ്ങളെ മക്കളൊട്ട നിങ്ങൾ നിസ്കരിക്കുക ചൊല്ലണോ. അതാ വഇദാ ബലഗ 10 സിനീന, 10 വർഷം ആയിട്ടും നിങ്ങളെ മക്ക നിസ്കരിച്ചില്ലാണ്ട് കണ്ടെങ്കിൽ ഫളരിബൂഹു അലൈഹാ, അതേ നിങ്ങളെ മക്ക നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കണു. 7 പിടിച്ചിട്ട് 10 തോലും നിസ്കരിക്കുക ചൊല്ലണു. നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കുക പോവണ്ട, നിസ്കരിക്കുക ചൊല്ലണു. 10 നിസ്കരിച്ചില്ലെങ്കിൽ നിസ്കരിക്കുക പേനായിട്ട് അടിക്കണു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നുല്ലേ, ഞാൻ ചൊന്നോട്ട് വന്ന മക്കളെ അതുപോലെ വളർത്തണു. ഓ ഉമ്മമാരെ, പഴയ കാലത്തില് പണ്ടുലോണ്ടും മക്കളെ വളർത്തിയതിരെ ക്രെഡിറ്റ് ആറുക അത് ഉമ്മമാറുകല്ലേ. ഉമ്മമാരെ കൊണ്ട് വലിയ സ്ഥാനത്തേക്ക് എത്തിയ എത്ര മഹാന്മാരുള്ളാറ്. ഇനി ഉമ്മമാറിട്ട് ചൊല്ലുമ്പോ അബ്ബമാര് വിചാരിക്കണ്ട നിങ്ങൾ ഒരു ജവാബ്ദാരിയും ഇല്ല. അബ്ബമാർക്ക് ജവാബ്ദാരി ഉണ്ടോ? അബ്ബമാർക്ക് നല്ലൊരു ജവാബ്ദാരി ഉണ്ട്. ചൊന്തരട്ട ചൊന്നിയും ബേജാറാവും മാത്രം. ബേജാറാവൂല്ലാണ്ട് ചൊന്നിയും ചൊന്തണ്ടേ നോക്ക. ബേജാറാവില്ല കൈ വയ്ത്തറും. അപ്പം ബേജാറുള്ള ഉള്ളാറ് എന്തൊരു ചൊല്ലുവാവോ അയാള്. കൈപ്പാടിങ്ങനെ കട്ടി പിടിച്ചേക്കിങ്ങനെ തപ്പിട്ട് ഒറ്റി പോയി 2 പിന്നെ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ജവാബ്ദാരി ഉണ്ട്. എന്തിനാ? ഈ കിടാവുടെ എതിർള്ള ഉമ്മടെ പറയോ തീർവാ. അതിപ്പോ ഞങ്ങൾ അവിടെ 6 ഉള്ളാണ്ട് ഞങ്ങൾ നോക്കണം അവസ്ഥ. അത് ഞങ്ങൾക്ക് മീത്ത അവിടെ പിടിച്ച് കിട്ടിയില്ല കണ്ടെങ്കിൽ പിന്നെ അവിടെ മക്കളുള്ള പുള്ളിയുള്ള ഊണുള്ള അബ്ബുള്ള കാക്കുള്ള മാമിയുള്ള ഞങ്ങൾ നോക്കണമാ. ഞങ്ങൾ തീരെങ്കിൽ രണ്ട് കൊടുക്കുക ഇല്ലെങ്കിൽ പറയടാ. തീറാ അബ്ബമാര് നിങ്ങൾക്ക് വലിയ ജവാബ്ദാരി എന്തിനാ? നിങ്ങൾ ഒരു സുബൈ പോയെങ്കിൽ നിങ്ങൾ മോന്തിയല്ലേ ഔത്തുകൊണ്ടേ പാവ. അങ്ങനല്ലേ ഈ ബിരിയുടെ അപ്പുറത്തിച്ചിട്ടുള്ള ഈ ഉമ്മമാരല്ലേ, ഈ പെങ്ങന്മാരല്ലേ, ഈ പെണിങ്ങല്ലേ ഞങ്ങളെ മക്കളെ നോക്കണേ.
ആ ഉമ്മമാര് മക്കളുടെ ചൊന്ന ചൊൽത്തു മക്ക കേൾക്കണമെങ്കിൽ എന്തിനു വേണു അബ്ബമാര് ഉമ്മമാരെ മക്കളെ എതിർ പറയത്തീറ പറയുക മനസ്സിന്നെങ്കിൽ മെല്ലെ റൂമിടെ കൂട്ടിയുമ്പോൾ ബാലിട്ടിട്ട് പറയൂ. അങ്ങനെ ಅದರರ್ಥ പറയണുಂಟಲ್ಲ, ಅದರ ಅರ್ಥ ನಾ ಚೊಂದುಂಟುಲ್ಲ. എന്തെങ്കിലും ഒന്ന് തെല്ല് ജോറിൽ പൽക്കറിയോ ഉണ്ടുണ്ടായെങ്കിൽ അങ്ങനെ മക്കളെ എതിർല് പൽക്കറിഞ്ഞിരണ്ടാണ്ട്. എന്താ കാരണം? ഇത് മക്കളെ എതിർലെ പെഞ്ഞയോട് പറഞ്ഞെങ്കിൽ മക്കളെതിർല് ഉമ്മറ് സസാറായില്ലേ അല്ലെ? മക്കൊക്കെ ഒരു കോണി വെച്ച് കൊടുത്ത പോലെ അവിടെ ഒരു ഏണി. എന്തിക്ക് ഏണി? അബ്ബമേ പറയിട്, പിന്നെ നങ്ങ എന്തേ പറയാകൂ? പിന്നെ മക്ക ഉമ്മയുടെ പൗരോസോറാക്കടാറ്. പിന്നെ മക്ക എന്താക്കടാറ്? ഉമ്മയുടെ ചെലുത്ത് കേക്കില്ലേ? ഇത് അബ്ബമാരെ തലയിൽ വീണ് എപ്പോഴും നെയ്പ്പുക്കും പാണ്യത്തുക്കും പോയമേയാവാലെ കൊറിയലിന്റെ തലയിൽ വെച്ചെങ്കില് അപ്പൊ നങ്ങ എന്താക്കണം? മക്കളെ എതിർലു ഞങ്ങളെ പെഞ്ഞൈമാർക്ക്, അതായത് മക്കളെ ഉമ്മമാർക്ക് മക്കളെ എതിർ ഞങ്ങൾ ബല ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെ പറയത്തില്ല. എപ്പോഴും മക്കളെ എതിർലു ഉമ്മമാരെ പോതോണം, പൊതിയൊണ്ടിക്കണം, പൊകുലോണം. അങ്ങനെ പോതോണുണ്ടല്ലോ, പൊകുലിയോണ്ടിക്കണം. അപ്പൊ എന്താ അവിടെ മക്കളെ കൽബുലു ഉമ്മമാര് ചെന്നെങ്കിൽ വലിയത് ഉണ്ട് കൊന്താവിടും. ഉമ്മ പിറുസത്ത ഉമ്മ ചെന്നെങ്കിൽ അത് വലിയ വിഷയാണ്ട് മക്ക കൊന്താവിടും, അല്ലാണ്ട് കൊന്താവില്ലേ? അപ്പൊ മക്ക പിന്നെ തെറുതപ്പിട്ട് പോണ്ടാറ്. നിങ്ങൾ നോക്കൊരു ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹു. ആര്? അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹു. എല്ലുവപ്പെട്ട കിനാവല് സ്വർഗ കണ്ട മഹാൻ. റഅൽ ജന്നത ഫീ മനാമിഹി 70 മറ. എല്ലുവപ്പെട്ട മരിക്കിടമുനോലു കിനാവുലു സ്വർഗ കണ്ട മഹാൻ അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹു. ആ മഹാൻ അത്രയും വലിയ സ്ഥാനത്തേക്ക് എത്തുകൊള്ള കാരണം എന്തോ ಅದರ ಕ್ರೆಡಿಟ್ ಆರಗ ಗೊಂತುಂಡ ಆ മഹാന്റെ ഉമ്മകായി ടിക്കറ്റ് കേട്ടോ. ചരിത്രത്തിൽ കാണ്ട് ബാപ്പ ഈ മഹാന് കിടാവായി ടിക്കറ്റ് ടൈമുലെ ബാപ്പ മൗത്താവിടു. ഈ മഹാന് കിടാവായി ടിക്കറ്റ് ടൈമുലെ ബാപ്പ മരിക്കിട്. ഉമ്മ വലിയ തഖ്വയുള്ള മഹദി, ഉമ്മ വലിയ ഇബാദത്തുള്ള ഉമ്മ. ഉർനാല് അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹു പ്രായപൂർത്തിയായപ്പാ, അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹു പ്രായപൂർത്തിയായപ്പാ അതാ ഉമ്മടട്ട വന്നിട്ട് മോണ് ചൊല്ലു, ഉമ്മ അസ്ബഹതു റജുലാ, നക്കെ വയസ്സായിത്തു ഉമ്മ, നക്കെ പ്രായപൂർത്തിയായിത്തു ഉമ്മ, നക്കെ വയസ്സായിത്തു ഉമ്മ. അപ്പ ഉമ്മ കേക്കിട മോനെ, വഹൽ റഅയ്ത റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മോനെ നീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടേ മോനെ? പ്രായപൂർത്തിയായിടേ ചൊന്നിട്ടു നീ നണ്ടമുട്ട വന്നല്ലേ? വഹൽ റഅയ്ത റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മോനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നീ കണ്ടേ? അപ്പ ഈ മോന് അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹു ഉമ്മടട്ട ചൊല്ലുന്നതിനുണ്ട്, ഉമ്മ ലാ നാനെ കണ്ടിട്ടില്ല ഉമ്മ. അപ്പ ഉമ്മ ചൊല്ലു, മോനെ നീനെ നിക്ക് പ്രായപൂർത്തിയായിട്ടില്ല, നിക്ക് പ്രായപൂർത്തിയായിട്ടില്ല. പ്രായപൂർത്തിയായ നിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുക ഇല്ല എന്നെങ്കിൽ വലിയ ബേജാറല്ലേ? നിക്ക് പ്രായപൂർത്തിയായിട്ടില്ല കേട്ടോ. അപ്പ ഈ ഉമ്മടട്ട മോണ് അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹു കേക്കിട്, അല്ല ഉമ്മ വകൈഫ ലി അൻ അറാഹു, എങ്ങനെ നക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുക വിടോ? അപ്പ ഉമ്മ ചൊന്നു കൊടുക്കിടു. അതാ നോക്കറു നിങ്ങ ഓരോ പഠിപ്പും സന്ദർഭത്തുകതൊക്കെ ഉമ്മ മക്കൾക്ക് ചൊന്നു കൊടുക്കണു. അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹുടൊട്ടിಗೆ ഉമ്മ ചൊന്നു കൊടുക്കിടു, മോനെ അക്സിർ മിനസ് സ്വലാത്തി അലൈഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ ചമ്മ സ്വലാത്ത് ചൊല്ലണു. സ്വലാത്ത് ചൊന്നെങ്കിൽ തങ്ങളെ കാണുക വിടൂ. അബൂ യസീദ് അൽ ബിസ്താമി തങ്ങ പ്രായപൂർത്തിയായ തെരമേ ബാലക്കാരായിട്ടില്ല
ആണിങ്ങ ചൊല്ല ആ ഒരു ഇത് എത്തിയത്തരെ ഉമ്മ സ്വലാത്ത് ചൊല്ലുക ചൊന്നപ്പോ അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹു അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ കയ്യും കണക്കുമില്ലാത്ത അത്ര സ്വലാത്ത് ചൊല്ലൂ. സ്വലാത്ത് ചൊന്നോണ്ടിക്കറതറ നടുലു വർന്നാലെ കിനാബു കണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കിനാബു കണ്ട്. കിനാവ് കണ്ടപ്പ സീത ബന്ധ് ഉമ്മട മുട്ട വന്നിട്ട് ചൊന്തു ഉമ്മ നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട ഉമ്മ. അപ്പ ഉമ്മ കേക്കട മോനെ ഹൽ റഅയ്ത നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ യഖ്ലതി ഔ ഫിൽ മനാം. നിങ്ങ നബി തങ്ങളെ കണ്ട കിനാവുല അതല്ല നേരിട്ട് കണ്ടമാ യസർത്തില് കണ്ടമാ കിനാവുല് കണ്ടമാ. അപ്പ അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹു തങ്ങൾ ചൊന്തു നാനതാ കിനാവുല് കണ്ട ഉമ്മ. അപ്പ ഉമ്മ ചൊല്ലു മോനെ നിങ്ങ ആണിങ്ങായിട്ടില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യസർ കാണണു. എന്നിട്ട് ഈ ഉമ്മ മോണുക ഉപദേശം കൊടുക്കടു മോനെ അത്തഹിയാത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമായിട്ട് കിട സലാമു അലൈക നിന്റെ മേലെ സലാം നിങ്ങളെ മേലെ സലാം. വേറെ ഒരാൾ കണ്ടാ സലാമു അലൈഹി അയാളെ മേലെ സലാമുണ്ടല്ലേ ചൊല്ലണോ. അപ്പൊ അത്തഹിയാത്തിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചിട്ട് നബിയേ ഇതാ നിങ്ങൾക്കു സലാമുണ്ടു നബിയേ ചൊല്ലണെങ്കിൽ തങ്ങ എതിർലു വേണ്ടേ മോനെ. ആ തങ്ങളെ യസർത്തില് കാണണ്ടേ മോനെ. ഉമ്മ അതാ മോണ്ട